ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോന്ത ചുഴലിക്കാറ്റ് ഇന്ന് കര തൊടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മണിക്കൂറിൽ 110 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും തീരദേശങ്ങളിൽ കനത്ത മഴ ലഭിക്കാനും സാധ്യതയുണ്ടെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ദേശീയ ദുരന്ത നിവാരണ സേനയെ സംസ്ഥാനങ്ങൾ വിന്യസിച്ചു കഴിഞ്ഞു. ഈ പുതിയ ചുഴലിക്കാറ്റിന് മോന്ത എന്ന് പേര് നൽകിയത് തായ്ലാന്റ് ആണ്. തായ് ഭാഷയിൽ മോന്ത എന്ന വാക്കിന് സുഗന്ധമുള്ള പുഷ്പം അഥവാ മനോഹരമായ പുഷ്പം എന്നാണ് അർത്ഥം. ഓരോ പുതിയ ചുഴലിക്കാറ്റിനും പേര് നൽകുന്നത് വളരെ ചിട്ടയായ ഒരു പ്രക്രിയയുടെ ഭാഗമായാണ്. വടക്കേ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത് ന്യൂഡൽഹിയിലെ റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെറ്റിയോളജിക്കൽ സെന്റർ ആണ്. ലോക കാലാവസ്ഥാ ഘടനയുടെ ഏഷ്യ പസഫിക് സാമ്പത്തിക സാമൂഹിക കമ്മീഷന്റെയും മേൽനോട്ടത്തിലാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്നത്. ചുഴലിക്കാറ്റുകൾ സംബന്ധിച്ച വിവരങ്ങൾ ക്രോഡീകരിക്കാനും ദുരന്ത നിവാരണ ഏജൻസികൾക്ക് മുന്നറിയിപ്പുകൾ കൈമാറാനും ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാനും ചുഴലിക്കാറ്റുകൾക്ക് കൃത്യമായ പേര് അത്യാവശ്യമാണ്. ഏഷ്യ പസഫിക് മേഖലയിലെ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകാനായി രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചത് 2000-ലാണ്. ഈ കൂട്ടായ്മയിൽ നിലവിൽ 13 രാജ്യങ്ങളാണ് അംഗങ്ങളായിട്ടുള്ളത്. ബംഗ്ലാദേശ്, ഇന്ത്യ, മാലിദ്വീപ്, മ്യാൻമർ, ഒമാൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക, തായ്ലാന്റ്, യമൻ, ഇറാൻ, ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയാണവ. ഓരോ രാജ്യവും 13 പേരുകൾ വീതം നിർദ്ദേശിക്കും. ഈ രാജ്യങ്ങൾ സമർപ്പിച്ച 169 പേരുകളുടെ ഒരു പട്ടികയാണ് നിലവിൽ ഉപയോഗിക്കുന്നത്. ഈ പട്ടികയിൽ നിന്ന് ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലാണ് രാജ്യങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. പട്ടികയിലെ ഊഴമനുസരിച്ചാണ് ഓരോ പുതിയ ചുഴലിക്കാറ്റിനും പേര് നൽകുന്നത്. നിലവിൽ മോന്ത എന്ന പേര് നൽകിയത് തായ്ലാന്റ് ആണ്. ഈ പട്ടിക പ്രകാരം അടുത്ത ഊഴം UAE-ക്കാണ്. അതിനാൽ ഇനി വരാനിരിക്കുന്ന അടുത്ത ചുഴലിക്കാറ്റിന് സെനിയാൻ എന്നായിരിക്കും പേര് ലഭിക്കുക. അതിനുശേഷം യമൻ നിർദ്ദേശിച്ച ദ്വിത, ബംഗ്ലാദേശ് നിർദ്ദേശിച്ച അർണാബ്, ഇന്ത്യ നിർദ്ദേശിച്ച മുസാറു എന്നിങ്ങനെ പേരുകൾ ക്രമത്തിൽ വരും. ഈ പട്ടിക അവസാനിക്കുമ്പോൾ പുതിയ 169 പേരുകൾ അടങ്ങിയ മറ്റൊരു പട്ടിക തയ്യാറാക്കേണ്ടി വരും. ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നതിന് കമ്മീഷൻ കർശനമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. 1900-കളുടെ മധ്യത്തിൽ ചുഴലിക്കാറ്റുകൾക്ക് സ്ത്രീനാമങ്ങൾ മാത്രമാണ് നൽകിയിരുന്നത്. പിന്നീട് പുരുഷനാമങ്ങളും ഉപയോഗിച്ചു തുടങ്ങിയെങ്കിലും നിലവിലിടുന്ന പേരുകൾ തികച്ചും നിഷ്പക്ഷമായിരിക്കണം. പേര് ഏതെങ്കിലും ജനവിഭാഗങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതോ രാഷ്ട്രീയ, മത, ജാതീയ വിവേചനങ്ങൾ ഉണ്ടാക്കാത്തതോ ആയിരിക്കണം. ജാതി, മതം, വർഗം, വർണ്ണം, രാഷ്ട്രീയം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വിവേചനങ്ങൾ ഒഴിവാക്കുന്ന തരത്തിലായിരിക്കണം പേരുകൾ നിർദ്ദേശിക്കേണ്ടത്. പേര് ഉച്ചരിക്കാൻ എളുപ്പമുള്ളതും ലളിതവുമായ ഒന്നായിരിക്കണം. ചുഴലിക്കാറ്റിന്റെ പേരിന് പരമാവധി 8 അക്ഷരങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഈ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഓരോ രാജ്യവും തങ്ങളുടെ പേരുകൾ സമർപ്പിക്കുന്നത്. ഈ പ്രക്രിയ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഏകീകൃതമായ പ്രവർത്തനം ഉറപ്പാക്കാനും സഹായിക്കുന്നു. ചുഴലിക്കാറ്റ് കര തൊടുന്നതിനോടനുബന്ധിച്ച് ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തീരങ്ങളിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. സംസ്ഥാന തലങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്.